அதிசய பெண் திரைப்படத்துல இருந்து எஸ்.எம். சுப்பையா நாயுடு அது അവിടെ അടിക്കേര്. சரி. ചായ ചായ അവനോട് നല്ല ക്ഷീണം കാണും. അല്ലെങ്കിലും എന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് ഈ കുഞ്ഞമ്മാവന് മാത്രമാണ്. നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. കേരളായ തമിഴ്നാടാ. എന്നെ കൊണ്ടൊന്നും ഈ അമ്മാവന്റെ ടെൻഷൻ കണ്ടാത്തൊന്നും എന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടാണ് പോലീസ് വരുന്നത്. അമ്മാവന്റെ കട പൊളിച്ചതിന് ഒരു നഷ്ടപരിഹാരം തന്നു. ആ ചന്തമുക്ക് ഞാൻ കട നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല അന്തസ്സായിട്ട് കായികറിയാവരും ചെയ്യും. എന്താ ഒരു സന്തോഷമില്ലാത്ത? നീ എന്നും ഇങ്ങനെ വെട്ടും കുത്തുമായിട്ട് ജീവിച്ചാ മതിയോടാ. നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്ന് നിന്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് എല്ലാരും പറയുന്നത്. ഓ, നാട്ടിലൊരു പെട്ടങ്ങണാപ്പനുണ്ടല്ലോ, അവൻ നല്ല ജീവിതമാണ് ജീവിക്കുന്നത്. അവനെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി കുടുംബമായിട്ടെങ്കിലും കഴിയുന്നില്ലേ? അവൻ കെട്ടിയതോടെ ആ പെണ്ണിന്റെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പൊട്ടങ്ങണാപ്പന് മക്കളില്ലല്ലോ. ഓ, നിങ്ങളും മക്കളില്ലാ കമ്പനിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. കാവിലെ കൊടിയേറ്റിനെങ്കിലും നീ ചെല്ലുമെന്ന് ചോദിച്ചു. ഞാൻ എങ്ങും പോണില്ല. അവിടെ ചെന്ന് അവനുമായിട്ട് തല്ലു പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എനിക്ക് അവന്റെ മുഖം കാണുന്നതേ കലിയ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ണാടി നോക്കുന്ന പോലും ഭയമാ. അവനാണെന്ന് പറഞ്ഞ് കയറി ഞാനിരിക്കും. ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലുകൂടൽ തീരുന്നില്ലല്ലോടാ. തിരിച്ചറിവില്ലാത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ് അവനിപ്പോഴും വൈരാഗ്യമല്ലേ? അവൻ അകത്തായപ്പോ അവനോട് ഞാൻ എല്ലാം പോയി തുറന്നു പറഞ്ഞതാ. അവന് പറയാൻ ഞാൻ പോയി കിടക്കാന്ന് പറഞ്ഞതാ. അപ്പൊ ഒരു വാശിക്ക് അവൻ കയറി ഏറ്റതല്ലേ. പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് മുതൽ തുടങ്ങി അവൻ എന്നെ ഉപദ്രവിക്കാൻ. അവൻ വഴിപാടിന് വെട്ടി പാടേണ്ട തുടർന്ന് ഇപ്പോഴും ഉണ്ട്. തമ്മിൽ വെട്ടിച്ചാണ്ടെന്ന് കരുതിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നിനക്ക് ഇത് തന്നെയല്ലേ ജോലി? എത്ര വന്നാൽ അവൻ സ്വന്തം ചോരയല്ലടാ. നീ കൊറേയൊക്കെ കണ്ടില്ലാന്ന് വെച്ചാ മതി. നീ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ വിഷമത്തിലെ അച്ഛൻ വിളിച്ചത്. നിന്റെ പെങ്ങക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അമ്മായി. അവിടെ ചെന്ന അലമ്പാവും. ഉത്സവത്തിന് അവർക്കുള്ള ഡ്രസ്സെല്ലാം കൂടെ എടുത്ത് ഞാൻ ഗോവിന്ദന്റെ കൊടുത്തുവിടാം. അതുപോലെ നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ആ പൊട്ടൻ എന്നെ കാണുന്നതേ കലിയ. ഇനി അവൻ വല്ല കുഴപ്പമുണ്ടാക്കുവോ? അത് അവന്റെ മാത്രം വീടല്ല, എന്റെയും കൂടെയാ. അവൻ എന്തെങ്കിലും നമ്പർ ഇട്ടാ എന്നെ വിളിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ. അല്ല, എനിക്കങ്ങനെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ. ഇനി ഏതായാലും തേൻമഴിയും കൊണ്ടേ നാട്ടിലേക്കുള്ളൂ. അതൊരു വാശിയാ. പിന്നെ നീ നാട്ടിൽ ചെന്ന് അവിടെ തന്നെ നിന്നുകളരുത്. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഇങ്ങോട്ട് വന്നേക്കണം. അല്ലെങ്കിലും പച്ചക്കറി എടുക്കാൻ പൊള്ളാച്ചി വരണമല്ലോ. നീ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ. ഞാൻ പീതാംബരൻ ഗോവിന്ദ നാട്ടിലേക്കാണെങ്കിൽ കയറിക്കോ. നീ ഇതെവിടെ പോയിട്ട് വരുന്നത്? ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായിന്ന് എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിനെ തന്നെ അമ്മാവൻ മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. മോനെ അപ്പൂ, വാസുവേട്ടനാ കള കൊണ്ടുപോയി മോനെ. എനിക്കിനി ആരുമില്ലടാ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. കെട്ടിക്കാറായ 2 പെമ്മക്കളുണ്ടല്ലേ? മിണ്ടായല്ലേ, പെമ്മക്കളൊന്നും അല്ല, പാലക്കാട് ഇറക്കാനുള്ള 2 പാസഞ്ചേഴ്സാ. നീ ഇതിനകത്ത് പച്ചക്കറിയും കയറ്റി. ഇവിടെ വിലക്കുറവല്ലേ? അമ്മാവന്റെ 16 അടിയന്തരത്തിന് വേണ്ടി വീണ്ടും ഞാൻ തന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ. ഏതായാലും ചെലവൊക്കെ എന്റെ തലയല്ല. കരച്ചിൽ മതിയായെങ്കിൽ ഞാൻ ഡോർ ക്ലോസ് ചെയ്തോട്ടെ. അമ്മായി, ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ. എന്തൊരനുസരണം. 2 ആൾ മുന്നേ കറിക്കോ. പോവാ. ഞാൻ വരുന്നില്ല, ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. അണ്ണൻ വരുന്നില്ലേ? അണ്ണൻ വരാതിരുന്ന പിന്നെ എങ്ങനെ ശരിയാവും? അവിടെ ഉത്സവത്തിന് തല്ലുണ്ടാക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഇപ്രാവശ്യം അച്ചുവേട്ടനാ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. പോരാത്തതിന് നമ്മുടെ ട്രൂപ്പിന്റെ ബാലയുമുണ്ട്. ഞാൻ വന്ന ബാല ആയിരിക്കില്ല, അവിടെ ചവിട്ടുനാടകമായിരിക്കും നടക്കുന്നത്. അതാണല്ലോ നമുക്ക് വേണ്ടത്. നിങ്ങൾ 2 പേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴുകൊഴുക്കും. അതെ, അച്ചുവേട്ടനാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്നേ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ നിരാശ കൊണ്ട് ഇച്ചിരി കള്ളുകൂടിയുണ്ട്. പിന്നെ സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കള്ളു കുടിച്ചാ പുള്ളിക്ക് 100 നാവാ. കേൾക്കുന്നവനത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ ഇടിയാ.